ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കഴിഞ്ഞ വർഷം 2024-2025 നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആനുവൽ സ്കോളർ എക്സാം എഴുതാവുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6-നാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാൻ ആവശ്യമായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. 9746487799. ഓക്കെ, 3ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. ലിസൺ ആൻഡ് ആൻസർ. ഒരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി മനസ്സിലാക്കി താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. അപ്പൊ ചോദ്യം, ലൈല വാസ് എ ലിറ്റിൽ ഗേൾ. വൺ ഡേ ഷീ വാസ് വാക്കിംഗ് ടു സ്കൂൾ. ലൈല എന്ന് പറഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അവൾ ഒരു ദിവസം സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഷീ saw എ സ്മോൾ പ്ലാന്റ് ഓൺ ദ റോഡ് സൈഡ്. റോഡ് സൈഡിൽ ചെറിയ ചെടികളെ കണ്ടു. ഇറ്റ് ലുക്ഡ് സാഡ്. അത് കണ്ടപ്പോൾ അത് സാഡായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ഇറ്റ്സ് ലീവ്സ് വെയർ ഡ്രൈ. അതിന്റെ ഇലകളൊക്കെ ഉണങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് തേഴ്സ്റ്റി. അതിന് ദാഹിക്കുന്നു. ലൈല ചിന്തിച്ചു. ഷീ ഓപ്പൺഡ് ഹെർ വാട്ടർ ബോട്ടിൽ ആൻഡ് ഗേവ് സം വാട്ടർ ടു ദ പ്ലാന്റ്. അവളുടെ വാട്ടർ ബോട്ടിൽ തുറന്ന് ആ ചെടികൾക്ക് വെള്ളം കൊടുത്തു. സൂൺ ദ ഡ്രൈ ലീവ്സ് ബിക്കം ഫ്രഷ് ആൻഡ് ഗ്രീൻ. കുറച്ച് ശേഷം എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇലകളൊക്കെ നല്ല പച്ച നിറമുള്ള ഫ്രഷ് ലീവ്സ് ആയിട്ട് മാറി. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. ടച്ച് മീ. ഐ ഷാൽ ടേക്ക് യു ടു വണ്ടർഫുൾ പ്ലേസ്. എന്നെ ഒന്ന് തൊടൂ. താങ്ക് യു, നന്ദി പറഞ്ഞു. എന്നെ ഒന്ന് തൊടൂ, ഞാൻ നിന്നെ ഒരു വണ്ടർഫുൾ പ്ലേസിലേക്ക് കൊണ്ടുപോകാം, നിന്നെ എടുത്തിട്ട് പോകാന്ന് പറയാണ്. ദ പ്ലാന്റ് സെഡ്. ലൈല ടച്ച് ദ പ്ലാന്റ്. വാവ്, ദ പ്ലാന്റ് ആൻഡ് ലൈല ബിഗൻ ടു ഫ്ലൈ. പ്ലാന്റും ഈ ലൈലയും കൂടി പറക്കാൻ തുടങ്ങി. ദേ റീച്ച്ഡ് എ ഫോറസ്റ്റ്. അവരൊരു ഫോറസ്റ്റ്, കാട്ടിൽ എത്തിച്ചേർന്നു. ഇറ്റ് വാസ് എ മാജിക്കൽ ഫോറസ്റ്റ്. അതൊരു മാജിക്കൽ ഫോറസ്റ്റ് ആയിരുന്നു. All the animals, birds and plants of the forest looked very happy. എല്ലാവരും വളരെ സന്തോഷത്തിൽ കാണപ്പെട്ടു. The leaves of the trees were all blue. എല്ലാ ട്രീസിന്റെ എല്ലാ ഇലകളും ബ്ലൂ നിറത്തിൽ കാണപ്പെട്ടു. They had golden flowers. അതിന്റെ പൂക്കളെല്ലാം ഗോൾഡൻ നിറത്തിലായിരുന്നു. The water in the pond was silver in color. ആ പോണ്ടിലെ വെള്ളം സിൽവർ കളറിലായിരുന്നു. It was glittering in sunlight. അത് സൺലൈറ്റ്, സൂര്യപ്രകാശത്താൽ തിളങ്ങുന്നു. ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ. ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ലൈല പറഞ്ഞു. ഇപ്പൊ സ്റ്റോറി മനസ്സിലായല്ലോ. ഇപ്പൊ ഇതാണ് ലൈല ഫോറസ്റ്റിലേക്ക് പോയി. ട്രീസും അതുപോലെ തന്നെ നോക്കിയ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് ലൈല സീ ഓൺ ദ റോഡ് സൈഡ് വൈൽ വാക്കിംഗ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്ന വഴി ലൈല റോഡ് സൈഡിൽ എന്താണ് കണ്ടത്? എ സാഡ് അനിമൽ, എ സാഡ് പ്ലാന്റ്, എ ഹാപ്പി ഫ്ലവർ, എ ബിഗ് ട്രീ. ശരിയായ ഉത്തരം ഏതാണ്? എ സാഡ് പ്ലാന്റ്. ഒരു ദുഃഖത്തിലിരിക്കുന്ന ഒരു പ്ലാന്റിനെയാണ് കണ്ടത്. എ സാഡ് പ്ലാന്റ് ആണ് ശരി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡ് ലൈല ഗീവ് വാട്ടർ ടു ദ പ്ലാന്റ്. എന്തുകൊണ്ടാണ് വെള്ളം കൊടുത്തത്? പ്ലാന്റിന് വെള്ളം കൊടുത്തത് എന്തുകൊണ്ടാണ്? തേഴ്സ്റ്റി, ദാഹിക്കുന്നത് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. അതിന് ദാഹിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ലൈല ഗേവ് വാട്ടർ ടു ദ പ്ലാന്റ്. വാട്ട് ഹാപ്പൻഡ് ദെൻ. ലൈല വെള്ളം കൊടുത്തു പ്ലാന്റിനകത്ത്. എന്ത് സംഭവിച്ചു? ഇറ്റ് ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ. അതിന്റെ ഇലകളൊക്കെ ഫ്രഷും നല്ല പച്ച നിറത്തിലുള്ളതായിട്ട് മാറി. ഇനി നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? Where did the plant take Laila?
Where did the plant take ലൈല എവിടെയാണ് പ്ലാന്റ് കൊണ്ടുപോയത്? മാജിക്കൽ ഫോറസ്റ്റ്. എവിടാണ്? മാജിക്കൽ ഫോറസ്റ്റ്. മാജിക്കൽ ഫോറസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The flowers in the forest were dashed color. ഫ്ലവേഴ്സ് ഏത് നിറത്തിലാ കാണപ്പെട്ടെ? ഗോൾഡൻ. ട്രീസ് ആണ് ബ്ലൂയില്, ലീവ്സ് ആണ് ബ്ലൂ കണ്ടത്, ഫ്ലവേഴ്സ് ഗോൾഡൻ കളർ. സിൽവർ പോണ്ടാണ് സിൽവർ കളറിൽ കാണപ്പെട്ടെ. ഗോൾഡൻ കളറിലാണ് ഫ്ലവേഴ്സ് കാണപ്പെട്ടെ. ഓക്കെ, അപ്പൊ സ്റ്റോറിയിൽ നിന്നും ടീച്ചർ പറഞ്ഞു തന്ന സ്റ്റോറിയിൽ നിന്നും എല്ലാവരും ഈ 5 ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ടാവും. എഴുതിയല്ലോ. ഇനി അടുത്തതും അതുപോലെ തന്നെയാണ്. റീഡ് ആൻഡ് റൈറ്റ്. Dorothy and Toto were back home. They were happy. We are so glad you are back, her uncle and auntie said. They hugged her. Let's have a party, said her uncle, and prepared a wonderful supper. They had cake, ice cream, and fruits. Dorothy told them about her adventure. But then Toto started barking. What's wrong, Toto? Dorothy asked. Toto ran to the door and barked again. Dorothy opened the door. The Wizard of Oz walked in. I came to thank you for saving our land, he said. Dorothy was surprised. The wizard gifted a pair of magic shoes to Dorothy. Okay? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അവർ ടോട്ടോയും അതുപോലെ തന്നെ ഡോറോത്തിയും തിരിച്ചുപോയി അങ്കിളിന്റെ അടുത്ത് എത്തി. അപ്പോൾ അങ്കിളിന്റെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. വിസാർഡ് ഓഫ് ഓസ് വന്നു, ഗിഫ്റ്റ് കൊടുത്തു. മാജിക് ഷൂസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ഇനി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം. ഡൊറോത്തീസ് അങ്കിൾ ആൻഡ് ആൻഡ് വേർ ഗ്ലാഡ് ബിക്കോസ്. ഡൊറോത്തിയുടെ അങ്കിൾ ആൻഡ് ആൻഡ് വേർ ഗ്ലാഡ്, സന്തോഷത്തിൽ കാണപ്പെട്ടു. കാരണം എന്താണ്? ഡൊറോത്തി വാസ് ബാക്ക് ഹോം. ഡൊറോത്തി തിരിച്ചു വീട്ടിലെത്തിയത് കൊണ്ടാണ്, തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് അവർ സന്തോഷത്തിൽ കാണപ്പെട്ടത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. ഡൊറോത്തീസ് uncle suggests. Dorothy's uncle എന്താ സജസ്റ്റ് ചെയ്തത്? To have a picnic, to have a party, to go to the park, to watch a movie. എന്താണ്? പാർട്ടി ആണ്. To have a party. മൂന്നാമത്തെ ചോദ്യം. Toto saw the Wizard of Oz. It started. എന്താണ് ചെയ്തത്? ടോട്ടോ വിസാർഡ് ഓഫ് ഓസിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ബാർക്കിംഗ്, കുരച്ചു. ബാർക്കിംഗ്. നാലാമത്തെ ചോദ്യം. Which word of the story means happy? ഹാപ്പിക്ക് സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഗ്ലാഡ്, സന്തോഷം. ഗ്ലാഡ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Wizard of Oz gifted dash to Dorothy. ഡൊറോത്തിക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ? A pair of magic shoes. A pair of magic shoes. ഓക്കെ. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ. ആക്ടിവിറ്റി 2 വരെ എല്ലാവർക്കും കറക്റ്റ് ആണല്ലോ. അടുത്ത് നോക്കാം. ആക്ടിവിറ്റി 3യിലേക്ക് പോകാം. ആഡ് മോർ ലൈൻസ് ആണ് വരുന്നത്. ആഡ് മോർ ലൈൻസ്. Dorothy saved the Munchkins from the cruel witch. They were really happy. They came to visit Dorothy with some gifts. Here is their song. Complete the song by adding more lines. Dear Dorothy, nice to see you. Thank you for your help. Here is an apple. It is very sweet. Take this gift from me. അടുത്ത ആള് വരുന്നു. Dear Dorothy, nice to see you. Thank you for your help. ആപ്പിൾ ഉണ്ട്. നോക്കി ഓരോ ഗിഫ്റ്റ് ആയിട്ട് കണ്ടോ? കാർ, ടോയ് കാർ ഉണ്ട്, ടോയ് ബോൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യാ? എഴുതാ. Here is an car. It is very nice. Take this gift from me. ഓക്കെ. ഇതുപോലെ ആഡ് മോർ ലൈൻസ് എഴുതുക എന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം റിഡിൽ ആയിരുന്നു. റിഡിൽസ് ആണ്. ഒന്നാമത്തെ ചോദ്യം അതിൽ I live in a wooden house. വുഡൻ ഹൗസിലാണ് താമസിക്കുന്നത്. My house is in the middle of a meadow. I live with my uncle and aunt. Who am I? ആരാണ്? അങ്കിളിന്റെ ആന്റിയോടും താമസിച്ച ആരാണ്? ഡൊറോത്തി. ആരാണ്? ഡൊറോത്തി ആണ് തരം. ഒന്നാമത്തത് ഡൊറോത്തി. I am Dorothy's pet. When the storm came, I hid under a cot. Who am I? ആരാണ് ഡൊറോത്തിയുടെ പെറ്റ്? ടോട്ടോ. ആരാണ്? ടോട്ടോയാണ് ഡൊറോത്തിയുടെ പെറ്റ്. ഈ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. We are small people. We wear hats with tinny bells. We are Dorothy's friend. Who we are? ഞങ്ങൾ ആരാണ്? ആരാണ്? മഞ്ച്കിൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം
munchkins. Munchkins. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, റൈറ്റ് എ റിഡിൽ അബൌട്ട് ദ ഫാർമർ ഫ്രം ദ സ്റ്റോറി ഓണസ്റ്റി പേസ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ ക്യാരക്ടർ എന്നൊരു റിഡിൽ എഴുതുക. ഇതുപോലെ എന്താണ് വെച്ചിട്ട് ഇതിൽ ഈ സ്റ്റോറിയിൽ നിന്നും ഒരു ഉത്തരം വരുന്ന രീതിയിൽ ഒരു റിഡിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫാർമറിനെ കുറിച്ചാണ് കേട്ടോ റിഡിൽ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ്, Activity 5, conversation. A farmer decided to give some fresh vegetables to the king. Fresh vegetable kingine കൊടുക്കാൻ തീരുമാനിച്ചു. He collected a basket full of vegetables and got ready to go to the palace. At that time, his wife came there. Complete the conversation between the farmer and his wife. അപ്പോൾ farmer രാജാവിന് വെജിറ്റബിൾസ് കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയപ്പോ ആര് കണ്ടു? വൈഫ് വന്നു. അപ്പോൾ വൈഫ് ഹസ്ബൻഡും തമ്മിലുള്ള ഫാർമറും തമ്മിലുള്ള കോൺവെർസേഷൻ. ഫാർമേഴ്സിന്റെ വൈഫ് ചോദിക്കാണ്, വേർ ആർ യു ഗോയിങ്? ഫാർമർ എവിടെയാ പോകുന്നേ? ഐ ആം ഗോയിങ് ടു ദ പാലസ്. ഐ ആം ഗോയിങ് ടു ദ പാലസ്. ഞാൻ പാലസിൽ പോകുന്നു. അപ്പോൾ ഫാർമേഴ്സ് വൈഫ് എന്ത് ചോദിച്ചിടണം? വൈ ആർ യു ഗോയിങ് ടു ദ പാലസ്? വൈ ആർ യു ഗോയിങ് ടു ദ പാലസ്? എന്തിനാണ് അവിടെ പോകുന്നത്, പാലസിൽ പോകുന്നത്? വൈ ആർ യു ഗോയിങ് ടു ദ പാലസ്? Why are you going to the palace? നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ എഴുതാട്ടോ. ഫാർമർ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ടു ഗീവ് സം വെജിറ്റബിൾസ് ആസ് എ ഗിഫ്റ്റ് ടു ദ കിങ്. രാജാവിന് എന്ത് ചെയ്യാനാ? ടു ഗീവ് സം വെജിറ്റബിൾസ് ആസ് എ ഗിഫ്റ്റ് ടു ദ കിങ്. കിങ്ങിന് വെജിറ്റബിൾസ് കൊടുക്കാനായാണ്. ഓക്കെ, ഇതുപോലെ കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ഇനി ആറാമത്തേത്, റൈറ്റ് എ സ്റ്റോറി എഴുതുക. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ഇവർ കളിക്കുകയാണ്, ഡൊറോത്തി ടോട്ടോ കളിക്കുകയാണ്. അത് അവിടെ ഒരു സ്നേക്ക് വരുന്നുണ്ട്. ടോട്ടോ എന്ത് ചെയ്യുന്നു? ബാർക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ഡൊറോത്തിയെ രക്ഷിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ രക്ഷപ്പെടുത്തുന്ന ഒരു പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്നേക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു പിക്ചേഴ്സ് ആണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഡൊറോത്തിയെ രക്ഷപ്പെടുത്തുന്നു. അങ്കിൾ വന്ന് ആ സ്നേക്കിനെ എടുത്ത് മാറ്റുന്നു. അതൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇത് വെച്ചിട്ടൊരു സ്റ്റോറി തയ്യാറാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആനുവൽ സ്കോളർ എക്സാം എഴുതാവുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6-നാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാൻ ആവശ്യമായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. 9746487799.